കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ആദർശിന്റെയും നയനയുടെയും അടുത്ത ആഴ്ചയിലെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ. അങ്ങനെ അടുത്ത ആഴ്ച നമ്മൾ കാണാൻ പോകുന്ന അനാമികയുടെ ചതിയാണ്. അനാമിക ഒരു കാര്യം തീരുമാനിച്ചു. നന്ദു അനിയും തമ്മിൽ ഇപ്പോഴും ഇഷ്ടത്തിലാണെങ്കിൽ അതൊരു കാരണവശാലും അനുവദിച്ചുകൂടാ. നന്ദുവിനൊട്ടൊരു പണി കൊടുക്കണം. അവൾ ഈ കല്യാണത്തിന് വരില്ല. അവള് കല്യാണത്തിന് വന്നിട്ടുണ്ടെങ്കിൽ അതൊരു പക്ഷെ പ്രശ്നമാവും. ഇനി അവർ തമ്മിൽ എന്തെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്റെ കല്യാണം മുടങ്ങും. അതൊരു കാരണവശാലും നടന്നുകൂടാ. അപ്പൊ അതിനുള്ള വഴികളൊക്കെ അനാമിക ഇങ്ങനെ ആലോചിക്കുകയാണ്. അവസാനം ഒരു വഴി കണ്ടെത്തുകയാണ് അനാമിക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് അടുത്ത ആഴ്ച നമ്മൾ കാണാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു. അങ്ങനെ നയന ഭയങ്കര സന്തോഷത്തിലായിരുന്നു. കാരണം ആദർശ് നയനയോടുള്ള തന്റെ ഇഷ്ടങ്ങളൊക്കെ തുറന്നു പറഞ്ഞു. ആദർശിനെ അറിയാം ഇനിയിപ്പൊ താൻ ഇത് മനസ്സിലൊന്നും വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ലെന്ന്. പിന്നീട് ആദർശ് പറഞ്ഞതേ, ഞാൻ നിന്നോട് ദേഷ്യം കാണിക്കുന്നുണ്ടെങ്കിൽ നിനക്കറിയാലോ അത് അമ്മയോടുള്ള എന്റെ സ്നേഹം കൊണ്ടാ. അമ്മയുടെ മുന്നിലേ എനിക്ക് നിന്നോട് സ്നേഹം കാണിക്കാൻ പറ്റത്തില്ലാത്തുള്ളൂ. പക്ഷേങ്കിൽ അങ്ങനെയൊന്നും അല്ലാട്ടോ എന്ന് പറയണം. ഒരു കാര്യം ചെയ്യ, നീ റെഡിയാവ്, നമുക്ക് പുറത്തു വരെ പോകാന്ന് പറയാം. ഇപ്പോഴെന്തിനാ പുറത്തു പോകുന്നേ? അത് കല്യാണമൊക്കെ അല്ലേ വരാൻ പോകുന്നേ. നിനക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടെങ്കിൽ വാ, നിനക്ക് ഒന്ന് രണ്ട് സാരിയൊക്കെ മേടിക്കാന്ന് പറയണം. വേണ്ട ആദർശേട്ടാ, ഇപ്പോഴതിന്റെ കാര്യമൊന്നും ഇല്ലാന്ന് പറയണം. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നീ പെട്ടെന്ന് റെഡിയായിട്ട് വരാൻ പറയണം. അങ്ങനെ നയനയും കൂട്ടിയിട്ട് ആദർശം അങ്ങോട്ട് പുറത്തു പോവാണ്. ഈ കാഴ്ച കണ്ട് ദേവേനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ആദർശ് പുറത്തു പോയി നയനയ്ക്ക് ആവശ്യമുള്ള ഡ്രസ്സുകളൊക്കെ മേടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഡ്രസ്സുകളും മേടിച്ച് പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ടാണ് അവർ തിരിച്ചു വരുന്നത്. ആ സമയം ദേവേനി ഇങ്ങനെ അസ്വസ്ഥപ്പെട്ടിരിക്കുന്നുണ്ടായിരുന്നു. വന്ന് കയറി ഉടനെ ആദർശനോട് ചോദിച്ചു, അല്ല നീ ഇവിടെ കൊണ്ട് എങ്ങോട്ട് പോയതാന്ന് ചോദിക്കാം. അല്ലമ്മേ പുറത്തു വരെ പോണായിരുന്നു, ഇവൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാണ്ടായിരുന്നു പറയാ. ഓഹോ, അപ്പൊ ഷോപ്പിങ്ങിന് വന്നപ്പോ ഇവളൊന്നും മേടിച്ചില്ലേന്ന് ചോദിക്കാം. അല്ലമ്മ അത് പിന്നെ ഞാന്, ഓ അപ്പൊ നീയായിട്ട് വേറെ മേടിച്ചു കൊടുത്തായിരിക്കും അല്ലേന്ന് ചോദിക്കാണ്. ഇത് കേട്ടപ്പോ ജലജ പറഞ്ഞു, അതിപ്പോ എന്ത് പറയാനാ ഏട്ടത്തി, പറയേണ്ട കാര്യമുണ്ടോ? ഇവള് സ്വന്തമായിട്ട് കുറെ വാങ്ങിച്ചു, അത് പോരാഞ്ഞിട്ട് ഇപ്പൊ കണ്ടില്ലേ ഭർത്താവിനെയും കൂട്ടി അങ്ങോട്ട് പോയിരിക്കുന്നു. ഇതൊക്കെ നമ്മുടെ കൂടെ വന്നു കഴിയുമ്പോഴത്തേനും ഇവൾക്ക് വില കൂടിയ സാധനങ്ങളൊക്കെ എടുക്കാനും മടി. നമ്മളത് കാണത്തില്ലേ? ഇപ്പൊ ആദർശിന്റെ കൂടെ പോവാണെങ്കിൽ അവൻ നല്ല വില കൂടിപ്പുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കുമല്ലോ. അവളുടെ ബുദ്ധി അപാരം തന്നെയെന്ന് പറയാം. ഇത് കേട്ടെന്ന് നയന പറഞ്ഞു, അങ്ങനെയൊന്നും പറയരുത് അപ്പച്ചി, ഞാനൊന്നും പറഞ്ഞിട്ടില്ല ആദർശാണ് എനിക്ക് മേടിച്ചു തന്നെ. ആദർശാണ് സ്വന്തം ഇഷ്ടപ്രകാരം മേടിച്ച, ഞാൻ പോവണ്ടെന്ന് പറഞ്ഞാന്ന് പറയാം. ആദർശം ശരിയാമേ, അല്ലെങ്കിലും ഇവൾക്ക് ഞാൻ അങ്ങനെ അതേ സാധനങ്ങളൊന്നും മേടിച്ചു കൊടുത്തിട്ടില്ലോ, അതുകൊണ്ടാണ് ഞാൻ വാങ്ങിയെന്ന് പറയണം. അത് കൊള്ളാം, ഗംഭീരമായിട്ട് ഇരിക്കുന്നവരാന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് ദേവേനെ അങ്ങോട്ട് കയറി പോവാണ്. ഈ സമയം ആദർശം പറഞ്ഞു, നീ ഒന്നും മൈൻഡാക്കണ്ട, നീ ഒന്നും മൈൻഡാക്കാതെ ഇങ്ങോട്ട് കയറി പോന്നാ മതി എന്ന് പറയണം എന്ന് പറഞ്ഞ് നയനെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോവാണ്. ഈ സമയം ജലജ മനസ്സിൽ കരുതി, ഇങ്ങനെ പോവാണെങ്കിൽ ഏട്ടത്തിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാണ്, ഇങ്ങനെ തന്നെ വേണം. ഏട്ടത്തെ ഇച്ചിരി അങ്ങോട്ട് മനപ്രയാസപ്പെടട്ടെ, അല്ലെങ്കിൽ തന്നെ താൻ ഇവിടെ വന്ന സമയത്ത് എന്തൊക്കെ കുത്തിനോക്കിലായിരുന്നു. തന്നെ ഇപ്പോഴൊരു പുച്ഛഭാവം ഏട്ടത്തിക്ക്. അതിനുള്ള 8ന്റെ പണി തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഏട്ടത്തിന്റെ മനസ്സിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ തീപ്പൊരി ഇട്ട് കൊടുത്തോണ്ടിരിക്കണം. അതിങ്ങനെ ആളി കത്തട്ടെ. അങ്ങനെ ഒരു തീരുമാനം ജലജ എടുക്കുകയാണ്. പിന്നീട് കാണിക്കുന്ന അനാമിക വിളിക്കുന്ന ജാനകിനെ വിളിക്കുകയാണ്. ഫോൺ ചെയ്യുവാണ്. ഫോൺ ചെയ്തിട്ടുള്ള ആന്റി, എനിക്ക് ആന്റിനെ ഒന്ന് കാണണം എന്ന് പറയാ. ഇത് കേട്ടതും ജാനകി, എന്താ മോളെ, എന്ത് പറ്റി എന്ന് ചോദിക്കാണ്. അതെ ആന്റി ഒന്ന് പുറത്ത് വരാമെന്ന് ചോദിക്കാണ്. അതെന്ത് പറ്റി പുറത്ത്? അല്ല, എനിക്ക് അങ്ങോട്ട് വന്ന് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല എന്ന് പറയണേ. എന്ത് പറ്റി മോളെ, എന്തേലും പ്രശ്നമുണ്ടോ? പെട്ടെന്ന് ടെൻഷനായി. ഇനിയിപ്പോ അനാമികക്ക് ഇനി വിവാഹം കൊണ്ട് വേണ്ടെന്ന് പറയാനോ എന്തേലും പ്രശ്നമുണ്ടെന്നാണോ? അതൊന്നും പറയാൻ പറ്റില്ല, ആകെപ്പാ ടെൻഷനായി. ജാനകി പറഞ്ഞു, എവിടെ വരണമെന്ന് പറഞ്ഞാൽ മതി, ഞാൻ വന്നേക്കാന്ന് പറയണം. ശരിയെന്ന് പറഞ്ഞ് ഫോൺ വെക്കുവാണ്. അങ്ങനെ അനാമീനെ കാണാനായിട്ട് ജാനകി പോവാണ്. അപ്പോൾ അനാമീനെ കാണാൻ പോകുന്നെന്നുള്ള കാര്യം വീട്ടിൽ ആരോടും പറഞ്ഞില്ല. അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനാ ഏതാന്നൊക്കെ ചോദ്യങ്ങളുണ്ടാവും. അങ്ങനെ അനാമീനെ കാണാൻ ചെന്ന് കഴിഞ്ഞപ്പം ജാനകി, എന്താ മോളെ എന്നെ കാണണമെന്ന് പറഞ്ഞ എന്താ? മോൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്നോട്? അല്ല, വീട്ടിലേക്ക് വന്നാൽ മതിയായിരുന്നല്ലോ, അവിടെ ആണെങ്കിൽ എല്ലാവരും ഉണ്ടായിരുന്നല്ലോ എന്ന് പറയാം. അതെ, എല്ലാവരും കേൾക്കെ പറയാൻ പറ്റുന്ന കാര്യമല്ല ആന്റി എന്ന് പറയണ. അതെന്താ അത്ര കാര്യമാണ്? പെട്ടെന്ന് ടെൻഷനായി. എന്തേലും മോൾക്ക് എന്തെങ്കിലും സങ്കടം എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതോ മോൾക്കിപ്പോ ഈ വിവാഹം വേണ്ടെന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോന്ന് ചോദിക്കും. ഇത് കേട്ടതും അനാമിക, അങ്ങനെയൊന്നും ഇല്ല ആന്റി, എനിക്ക് ഈ വിവാഹം നടക്കണം തന്നെ എൻ്റെ ആഗ്രഹം. കാരണം എനിക്ക് അനിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ജീവനാന്ന് പറയാം. പക്ഷെങ്കിൽ എനിക്ക് അങ്ങനെയല്ല എന്ന് പറയാണ്. ഇത് കേട്ടതും പെട്ടെന്ന് ജാനകി പറഞ്ഞു, എന്തൊക്കെയാ മോളെ നീ പറയണേ? അവന് മോളെന്ന് വെച്ചാൽ ജീവനല്ലേ, നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലല്ലായിരുന്നെന്ന് ചോദിക്കും. ഇത് കേട്ടൻ ജാനകി പറഞ്ഞു, ഇല്ല ആന്റി, എനിക്ക് എന്നോട് ഇഷ്ടമൊന്നുമില്ല, ഒരു ആരാധികയോടുള്ള സ്നേഹം മാത്രം അവൻ എന്നോട് ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയാം. ഇത് കേട്ടൻ ജാനകി പറഞ്ഞു, അതൊക്കെ വെറും മോളുടെ വെറുതെ തോന്നലുകൾ മാത്രമാണ്, അങ്ങനെയൊന്നും ഇല്ല, മോളോട് നല്ല ഇഷ്ടത്തിലാന്ന് പറയാം. അല്ല ആന്റി, അതൊന്നും അല്ല സത്യം എന്ന് പറയാണ്. ദേ ഒരു കാര്യം ഞാൻ പറയാം, എനിക്കിപ്പം ഞാൻ ആ പാടെ മനോവിഷമത്തിലാന്ന് പറയാം. മോൾക്ക് മനോവിഷമം അതെന്ത് കാര്യ? അല്ല ആന്റി, ആ നന്ദു ഉണ്ടല്ലോ,
നന്ദുവായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങളാന്ന് പറയണം. നന്ദുവായിട്ട് എന്താ പ്രശ്നം? നന്ദുവും അനിയും തമ്മിൽ ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ എന്ന് പറയണം. ബെസ്റ്റ് ഫ്രണ്ട്സ് ഒക്കെ തന്നെയാ. ആന്റി ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങള്. നന്ദു അനിയും തമ്മിൽ ഇഷ്ടത്തിലാന്ന് പറയാണ്. ഇത് കേട്ട ജാനകി പറഞ്ഞു, എന്റെ പൊന്നെ അനാമികയെ, ഈ പൊട്ടത്തരയ്ക്ക് ആരാ നിന്നോട് പറഞ്ഞെന്ന് ചോദിക്കാം. സത്യം ആന്റി പറഞ്ഞത്, ഇതെനിക്ക് അറിയാവുന്ന കാര്യമെന്ന് പറയാണ്. ഞാൻ വിളിച്ചാൽ പോലും അനി മിക്കപ്പോഴും കോളൊന്നും എടുക്കാറില്ല. ചോദിച്ചപ്പോൾ ഓരോരോ തിരക്കുകളാന്ന് പറയും. ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചോണ്ടിരുന്നേ അവന് ഈ കല്യാണത്തിന് ഇത്ര പെട്ടെന്ന് കല്യാണം നടത്തുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണ്. പക്ഷെ അതല്ല സത്യം. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യാവസ്ഥ വേറെയാന്ന് പറയണം. അല്ല കാര്യം എന്താ? അവൾക്ക് നന്ദുവിന് അനീനെ ഇഷ്ടമോ, അതുപോലെ തന്നെ എനിക്ക് നന്ദുവിനെ ഇഷ്ടമാന്ന് പറയണം. ഇത് കേട്ടതും ജാനി പറഞ്ഞേ, അങ്ങനെ ഒരിക്കലും ഞാൻ വിശ്വസിക്കില്ല എന്ന് പറയണം. സത്യം ആന്റി, അല്ലെങ്കിൽ ഒന്ന് ചോദിച്ചോക്കെ, ഈ കാര്യങ്ങളൊക്കെ ഞാൻ വന്ന നന്ദുവിന്റെ അമ്മയോട് പറഞ്ഞോ? ഒരു ദിവസം ഞാൻ അങ്ങോട്ട് വന്ന ഈ കാര്യങ്ങളൊക്കെ പറയാനായിട്ട്. അവിടെ വന്നിട്ട് ഞാൻ കനകാന്റിയോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ. പക്ഷേങ്കിൽ അവരിത് എന്നോട് പറഞ്ഞ ആരോടും പറയണ്ട, ഞാൻ നന്ദുവിനെ പറഞ്ഞ് വിലക്കിക്കോളാന്നൊക്കെയാ പറഞ്ഞേ. അതുകൊണ്ടായിരിക്കും ആന്റി ഇത് അറിയാതെ പോയെന്ന് പറയാം. ഇത് കേട്ടൻ ജാനിക്ക് വല്ലാത്ത വിഷമമായി പോയി. ജാനിക്ക് പറഞ്ഞു, മോളെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് പറയണം. സത്യം ആന്റി, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഒരു പക്ഷേങ്കിൽ ഈ കല്യാണം നടന്നില്ലെങ്കിലുണ്ടല്ലോ, എനിക്കിനി ആത്മഹത്യ അല്ലാതെ വേറെ ഒരു വഴിയില്ലെന്ന് പറയാം. ഇത് കേട്ടതും പെട്ടെന്ന് ജാനി പറഞ്ഞേ, അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല, ഒരു കാരണവശാലും അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല. മോള് ധൈര്യമായിട്ടിരിക്കുക, എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയാമെന്ന് പറയാണ്. പെട്ടെന്ന് അനാമിക പറഞ്ഞു, അതെ ആന്റിയോടെങ്കിലും ഞാൻ തുറന്നു പറഞ്ഞില്ലെങ്കിൽ പിന്നെ എനിക്ക് വല്ലാത്ത സങ്കടം വരും. ഒരു പക്ഷേങ്കിൽ കല്യാണ മണ്ഡപത്തിൽ വന്നിട്ടാ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നെങ്കിലോ. കാരണം രണ്ടുപേര് നന്ദുവിന്റെ രണ്ട് ചേച്ചിമാർ അങ്ങോട്ട് വന്ന കഥകളൊക്കെ എനിക്കറിയാം. അപ്പൊ അതുകൊണ്ടാണ് എനിക്കൊരു പേടി. ഇനിയിപ്പോ അവരുടെ അമ്മ എന്തെങ്കിലും പദ്ധതികളൊക്കെ പ്ലാൻ ചെയ്ത് ഇനിയിപ്പം നന്ദുവിനെ അങ്ങോട്ട് ഒരുക്കി കെട്ടിക്കൊണ്ട് വരുന്ന അറിയത്തില്ല. അതുകൊണ്ട് എപ്പോഴും ആന്റിയുടെ ഒരു കണ്ണ് വേണം. അനിയോടുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. അതാ ഞാൻ പറഞ്ഞത്. എനിക്കിത് വേറെ ആരോടും പറയാൻ പറ്റില്ല. ഒരു പക്ഷേങ്കിൽ ഞാൻ മൂർത്തി മുത്തശ്ശനോട് പറഞ്ഞാനും, പക്ഷേങ്കിൽ മുത്തശ്ശൻ ഇങ്ങനെ വയ്യാതിരിക്കുന്നതുകൊണ്ട് പറയണ്ടെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ പറയാറുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആന്റിയോട് ഒന്ന് പറയുന്നത്. എനിക്കിത് വേറെ ആരോടും പറയാൻ പറ്റില്ലാത്തതുകൊണ്ടാന്ന് പറയണം. ഇത് കേട്ടതും ജാനകി പറഞ്ഞു, മോള് വിഷമിക്കണ്ട കേട്ടോ, മോള് ധൈര്യമായിട്ടിരിക്കും. മോളുടെ സ്ഥാനത്ത് ആരും അങ്ങോട്ട് വരാൻ പോകുന്നില്ല. എന്റെ മരുമോള് മോള് മാത്രമായിരിക്കും. വേറെ നന്ദുവോ ഈ പറയുന്ന ആരും അങ്ങോട്ട് വരാൻ പോകുന്നില്ല. ഒരുത്തി അങ്ങോട്ട് വരത്തില്ല എന്ന് പറയാം. ഇത് കേട്ടത് അനാമയ്ക്ക് സന്തോഷമായി. അനാമയ്ക്ക് ഒത്തിരി സന്തോഷമുണ്ട് ആന്റി. ഇപ്പോഴും എനിക്ക് മനസ്സിന്റെ സമാധാനമായത്. എന്നാലും എന്റെ കഴുത്തില് താലി കെട്ടിയാൽ മാത്രമേ എനിക്ക് വിശ്വാസം വരത്തുള്ളൂ. അതുവരെ എന്റെ മനസ്സിന്റെ ഉള്ളിൽ ആദ്യമെന്ന് പറയണം. കല്യാണമൊക്കെ വരാൻ പോകുന്നേ, മോൾ അതിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കണ്ട. മോള് ധൈര്യമായിട്ട് വീട്ടിലേക്ക് പോക്കോ. ഈ ആന്റി അല്ലേ പറയണേന്ന് പറയണം. അങ്ങനെ അനാമികനെ പറഞ്ഞു വിടുവാണ്. ഈ സമയത്ത് ചില സംശയങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അന്ന് താൻ വീട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ കല്യാണക്കുറി കൊടുക്കാൻ നേരത്ത് നന്ദു അകത്തിരിക്കുമായിരുന്നു. നന്ദു വന്നപ്പോൾ നന്ദുവിന്റെ മുഖത്തൊരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. ഒരു പക്ഷേങ്കിൽ അനിയുമായിട്ടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കും അവൾ അങ്ങനെ പെരുമാറിയത്. അത് മാത്രമല്ല, കല്യാണം എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കും ഒരു വ്യത്യാസമൊക്കെ കണ്ടു. എല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ചില സംശയങ്ങളൊക്കെ ജാനകിയുടെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അവള് പറഞ്ഞ പോലെ തന്നെയായിരിക്കും കാര്യങ്ങൾ. അവർ തമ്മിൽ ഇഷ്ടത്തിലായിരിക്കും. അതുകൊണ്ടാണോ ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത് എന്നൊരു ചിന്ത ഉണ്ടാകുന്നുണ്ടായിരുന്നു. കാരണം അനാമിക ഇങ്ങനെ വന്ന് പറയാൻ കാരണം അനാമികയുടെ മനസ്സിൽ ചെറിയ സംശയങ്ങളുണ്ടായിരുന്നു. അവർ തമ്മിൽ ഇഷ്ടത്തിലാണ്. ആ സംശയങ്ങൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അനിയുടെ ഫ്രണ്ട്സ് വന്നിട്ട് അനാമികയോട് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ്. കാരണം നന്ദു അനിയും തമ്മിൽ ഇഷ്ടത്തില. അവർ തമ്മിൽ ഒന്നിക്കുന്നതല്ല നല്ലത്. അതുകൊണ്ട് അവരുടെ നന്ദുവിന്റെ സങ്കടം ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അനാമയോട് ഒന്ന് പറയുന്നത്, ഇനിയിപ്പോ അനാമയ്ക്ക് ഒഴിവാകാൻ പറ്റുമെങ്കിൽ അനാമ ഈ ബന്ധത്തിൽ നിന്നൊന്ന് പിന്മാറണം. അവർ രണ്ടുപേരും ഒന്നിക്കട്ടെ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് അനാമികയുടെ മനസ്സിൽ കിടക്കുന്നുണ്ട് അങ്ങനെ ഒരു കാര്യം. നന്ദുവിന്റെ അനിയുടെ ഫ്രണ്ട്സ് വന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഇതിപ്പോ നന്ദു അനിയെ അറിയാതെ തന്നെയാണ് ഫ്രണ്ട്സ് അനാമികയുടെ കാര്യങ്ങളൊന്നും പറയുന്നത്. അപ്പൊ അനാമിക്ക് ബോധ്യമായി അവർ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നുള്ള കാര്യം. അപ്പൊ അതുകൊണ്ടാണ് അനാമി ഇങ്ങനൊരു തീരുമാനം എടുത്തത്. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. കാരണം ഇനി ഇങ്ങനെ മുന്നോട്ട് പോയിട്ടുണ്ട്. ഒരുപക്ഷെ കല്യാണത്തിന്റെ അന്ന് തന്റെ ജീവിതം താർന്നു പോകുന്നു തോന്നിയിട്ടാണ് അനാമിയെ അങ്ങനെ ചെയ്തത്. അത് മാത്രമല്ല, ഒരു കാരണവശാലും നന്ദു കല്യാണത്തിന് വരാൻ പാടില്ല. കല്യാണത്തിന് വന്നിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോ ആ സമയത്ത് മനസ്സിൽ എന്തേലും മാറ്റം വന്നിട്ടുണ്ടെങ്കിലോ നന്ദുവിനെ കണ്ടു കഴിയുമ്പോൾ കൊണ്ടൊക്കെയാണ് ഇങ്ങനെ പറയുന്നത് തന്നെ. പിന്നീട് വീട്ടിലേക്ക് വരുവാണ് ജാനകി. ജാനകിക്കാണ് വല്ലാത്ത ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇത് ആരോടൊന്ന് തുറന്നു പറയാൻ പോലും പറ്റില്ല. ആരോടൊന്ന് തുറന്നു പറയുന്നേ. ഒരു പക്ഷേങ്കിൽ അജയേട്ടനോട് പറഞ്ഞിട്ടുണ്ടെങ്കിലോ അത് ശരിയാകത്തില്ല. അജയേട്ടനോട് പറഞ്ഞിട്ടുണ്ടെ എന്താ വിചാരിക്കുന്നത്. അതുകൊണ്ട് വേണ്ടാന്ന് കരുതി ജാനകി ആരോടും ഇതിനെക്കുറിച്ചൊന്നും മിണ്ടുപോലില്ല. അകത്തേക്ക് അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് നയനെ വിളിച്ചിട്ട് ഞാൻ, നീ എന്താ ഇങ്ങോട്ടൊന്നും വരുവോ പോലും ചെയ്യുന്നില്ലോ, ഇങ്ങോട്ടൊന്ന് വാ നന്ദു എന്ന് പറയണേ. ഇല്ല ചേച്ചി, ഞാൻ അങ്ങോട്ട് വരുന്നില്ല എന്ന് പറയണേ. അതെ നന്ദുട്ടാ, നീ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ ഉണ്ടല്ലോ ഞാൻ അങ്ങോട്ട് വരും. മര്യാദയ്ക്ക് ഇങ്ങോട്ട് വന്നോണം. ഇവിടെ കല്യാണമൊക്കെ അല്ല വരാൻ പോകുന്നേ. നീ ഇങ്ങോട്ട് വാ. നീ ഇങ്ങനെ ഒഴിവായി നിൽക്കില്ല. ഒന്നുമല്ലേ, നിന്റെ ഫ്രണ്ടിന്റെ കല്യാണമല്ലേ, നിന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ അനി. അപ്പൊ അനിയുടെ കല്യാണം കൂടെ 2 ദിവസം മുമ്പ് നീ വരണ്ടേ, ഇങ്ങോട്ട് വരാൻ പറഞ്ഞ് നന്ദുവിനെ വിളിക്കുകയാണ്.
നന്ദുവിന് വേറെ ഗത്യന്തരമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ നന്ദു ഗോവിന്ദനോടും പറഞ്ഞിട്ട് നേരെ അനന്തപുരിയിലേക്ക് വരുവാണ്. അനന്തപുരിയിലേക്ക് നന്ദു വന്നു കഴിയുമ്പോഴത്തേനും അനി ആ കാഴ്ച കണ്ട് നന്ദു കയറി വരുന്നേ. അത് കണ്ടതും എനിക്ക് ഭയങ്കര സന്തോഷമായി നന്ദുവിനെ കണ്ടതും. അങ്ങനെ നന്ദുവിന്റെ അരിയിലേക്ക് ഓടി വരുവാണ്. അങ്ങനെ നന്ദുവിനാണെങ്കിൽ വല്ലാത്ത വിഷമം അനിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും. പെട്ടെന്ന് അനിയ എന്തെന്നുണ്ട്, വിശേഷമൊക്കെ എന്തുണ്ട്? ഞാനോർത്തു നീ ഇങ്ങോട്ട് വരത്തില്ലായിരിക്കുന്നു എന്റെ കല്യാണം കൂടാനായിട്ട്. അതെന്താ അനി അങ്ങനെ പറഞ്ഞേ? അല്ല, ഞാൻ കല്യാണം വന്ന് വിളിച്ചെങ്കിലും നീ ഇങ്ങനെ നേരത്തെ വരുന്ന കാര്യം ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയണേ. ഒന്നുമില്ല, ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വന്നേന്ന് പറയണോ? ഓ, ചേച്ചി വിളിച്ചോണ്ടാ വന്നല്ലേന്ന് ചോദിക്കാം. അല്ല, ഞാൻ വന്നേനും, നീ എന്റെ ഫ്രണ്ട് അല്ലേ അനി, അപ്പൊ എനിക്ക് വരാതിരിക്കാൻ പറ്റില്ലോ എന്ന് പറയണം. ഇത് കേട്ടതും അനി ഒന്ന് നന്ദുവിന്റെ മുഖത്തേക്ക് നോക്കി. നന്ദു പെട്ടെന്ന് താഴേക്ക് നോക്കുകയാണ്. എനിക്ക് മനസ്സിലായി ഇവളുടെ മനസ്സിൽ വേറെ എന്തൊക്കെയാണ്, പക്ഷെ തന്റെ മുന്നിൽ ശരിക്കും അഭിനയിക്കുകയാണ്. പെട്ടെന്ന് നന്ദു പറഞ്ഞു, അതെ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറയാണ്. എന്താ നന്ദു, നിനക്ക് ഇത്ര ധൃതി എന്താ നീക്ക്? ധൃതിയൊന്നും ഇല്ല, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞ് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാ. ഈ സമയം അനി ഇങ്ങനെ ആലോചിച്ചു. അവളെ തന്നെ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. ഫ്രണ്ടാന്ന് പറയുന്നുണ്ട്, പിന്നെ എന്താ അവള് പഴയതുപോലെ തന്നോട് സംസാരിക്കാത്തെ? അവളോട് തനിക്ക് ഇപ്പോഴും ഇഷ്ടമുണ്ടെന്ന് തനിക്കറിയാം, പക്ഷെങ്കിൽ അവളുടെ മനസ്സ് തന്നോട് ഇഷ്ടമാണോ അതോ ഇനിയിപ്പം അല്ല അവള് പറയുന്ന പോലെ അവൾക്ക് തന്നോട് വെറും ഒരു ഫ്രണ്ട്ഷിപ്പ് മാത്രമാണോ ഉള്ളതെന്ന് അറിയത്തില്ല. അങ്ങനെ അനി ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മുറിയിലേക്ക് കയറി പോവാണ്. ഈ സമയം നന്ദു അകത്തേക്ക് കയറി ചെന്നപ്പോഴത്തേന് ആദർശം നയനെ ഇറങ്ങി വന്നു. നന്ദുവിനെ കണ്ടു എനിക്ക് ഭയങ്കര സന്തോഷമായി. ആഹാ, ഞാൻ എത്ര തവണ വിളിച്ചു, ഇപ്പോഴെങ്കിലും നിനക്കൊന്ന് വരാൻ തോന്നിയില്ലോ എന്ന് പറയാം. അപ്പൊ ആദർശം പറഞ്ഞു, അതെങ്ങനെയാ, നേരത്തെ കാലത്ത് വരേണ്ടതല്ലേ? അല്ലെങ്കിൽ നന്ദുന് ഇവിടെ ഒന്ന് 2 ദിവസം നിന്നാ എന്താ കുഴപ്പം? ഇതേ 2 ചേച്ചിമാർ ഇവിടെ ഉണ്ടല്ലോ, പോരാത്തിന് ഇവിടെ കല്യാണമാണ്, അനിയുടെ കൂടെ എപ്പോഴും നന്ദു ഉണ്ടാകണം, അത് എനിക്കൊരു സന്തോഷമാണെന്ന് പറയണം. ഇത് കേട്ടത് നയനെ നന്ദുവിനെ ഒന്ന് നോക്കുവാണ്. നന്ദു ഒന്നും ഇടാതെ മോങ്കുനിക്കുക. കാരണം പറയാൻ പറ്റത്തില്ലല്ലോ, ആദർശന് ഈ സത്യങ്ങളൊന്നും അറിയത്തില്ല. അതുകൊണ്ട് നയന പറഞ്ഞു, ബാ നന്ദു എന്ന് പറഞ്ഞിട്ട് നന്ദുവിനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകണം. പിന്നീട് വിശേഷങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. അതെ, നീ 2 ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറയണേ, കല്യാണമൊക്കെ കഴിഞ്ഞിട്ട്. നന്ദു പറഞ്ഞേ, അത് പറ്റില്ല, എനിക്ക് പോകണമെന്ന് പറയാം. അത് വേണ്ട, നീ ഇവിടെ നിൽക്കണമെന്ന് പറയാം. കാരണം ആദർശം പറഞ്ഞിട്ടുണ്ടായിരുന്നു നന്ദുവിനെ പറഞ്ഞു വിടണ്ടാന്ന്, നന്ദു ഇവിടെ നിൽക്കട്ടെ എന്ന്. പിന്നെ ഇപ്പം നന്ദു പോയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ആദർശാണ് എന്തെങ്കിലും സംശയം ഉണ്ടാന്ന് കരുതിയിട്ടാണ് നയന പറഞ്ഞു, നീ ഇവിടെ നിന്നാ മതി, നീ ഇപ്പൊ പോകണ്ടെന്ന് പറയണേ, ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ എന്ന് പറയാണ്. ഇത് കേട്ടതും പിന്നെ നന്ദുവിന് ഒന്നും പറയാൻ പറ്റില്ല. നന്ദുവിന് അവിടെ നിൽക്കുന്നിടത്തോളം വല്ലാത്തൊരു അസ്വസ്ഥയായിരുന്നു ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ. പിന്നീട് നന്ദു അവിടെ ബാൽക്കണിയിൽ പോയി നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ട് അനി വരുന്നത്. അനി വന്നിട്ട്, നീ എന്താ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കണേന്ന് നോക്കി. ഒന്നുമില്ല, എനിക്കറിയാൻ നന്ദു, നിന്റെ മനസ്സെനിക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് പറയാം. ഇത് കേട്ടെന്ന് നന്ദി ചോദിച്ചു, എന്ത് മനസ്സിലാവുന്നുണ്ടെന്ന്? എന്റെ മനസ്സിലൊന്നും ഇല്ലാന്ന് പറയാ. കള്ളം പറയണ്ട, എനിക്കറിയാം, സത്യം പറ, നിനക്ക് എന്നോട് ഇഷ്ടമുണ്ടോ? ഇപ്പോഴാണ് നീ എന്നോട് ഒരു വാക്ക് തുറന്നു പറഞ്ഞാൽ മതി. തുറന്നു പറയുകയാണെങ്കിൽ എനിക്ക് ഇപ്പോഴും സമ്മതമാണ്, നിന്നെ കല്യാണം കഴിക്കാനായിട്ട് സമ്മതമാണെന്ന് പറയാം. ഇത് കേട്ടോ നന്ദു, എന്തേ അനാവശ്യം പറയരുത് കേട്ടോ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിന്നെ ഞാൻ ഫ്രണ്ടായിട്ട് മാത്രമേ കണ്ടുള്ളൂ, അതിനപ്പുറം ഒന്നും ഇല്ലാന്ന് പറയാണ്. ഇനി ഇങ്ങനത്തെ ചിന്തകൾ മനസ്സിലിട്ടോണ്ട് നീ എൻ്റെ അടുത്തേക്ക് വരില്ല, അറിയാലോ. ഇനി നിന്റെ മനസ്സിൽ അനാമിക മാത്രമായിരിക്കണം, വേറൊരു ചിന്തകളും പാടില്ലെന്ന് പറഞ്ഞിട്ട് നന്ദു അങ്ങോട്ട് പോവാണ് കടന്ന്. ഈ സമയത്ത് നയന അടുക്കളയിൽ ഒരു ജോലി ചെയ്തിരിക്കുന്ന സമയത്താണ് നയനയുടെ അരികിലേക്ക് ജാനകി വരുന്നത്. ജാനകി വന്നപ്പം ജാനകിയുടെ വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട് നയന. പെട്ടെന്ന് ജാനകി ചോദിച്ചല്ല, നന്ദു എന്തിനാ ഇങ്ങോട്ട് വന്നിരിക്കണേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും പെട്ടെന്ന് തന്നെ നയന പറഞ്ഞു, അത് നന്ദുവിനെ ഞാൻ വിളിച്ചിട്ട് വന്ന, അവളാണെ അവിടെ ബോറടിച്ചിരിക്കുമല്ലേ, പോരാത്താനാണെങ്കിൽ ഇവിടെ കല്യാണമൊക്കെ അല്ലേ, അവള് വരുന്ന എനിക്കൊരു ആശ്വാസമല്ലേ, അതുകൊണ്ട് അപ്പച്ചി ഞാൻ ഇങ്ങോട്ട് വിളിച്ചതെന്ന് പറയാണ്. അതിന്റെ കാര്യമില്ലായിരുന്നു പറയാം. അതെന്താ? ഒന്നാമത്തെ കാര്യം, ഇനി അനാമിക വരാൻ പോയില്ല ഇങ്ങോട്ട്, നന്ദു എന്നെ കല്യാണം കഴിക്കാത്തൊരു പെൺകൊച്ചും കൂടെ അല്ലേ, അപ്പൊ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോഴത്തേന് ആൾക്കാരൊക്കെ എന്തെങ്കിലും പറയില്ലെന്ന് ചോദിക്കും. പെട്ടെന്ന് നയനകയുടെ ഉള്ളൊന്ന് കാളി, എന്താ ഇങ്ങനെയൊക്കെ പറയാൻ ജാനകി അപ്പച്ചി, ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല, പെട്ടെന്ന് എന്താ ഒരു മാറ്റം? അല്ല അതെന്താ അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കുകയാണ്. ഒന്നുമില്ല, ഞാനങ്ങോട്ട് വെറുതെ പറഞ്ഞെന്നുള്ളൂ, പോരാത്തനെ ഈ പിള്ളേരുടെയൊക്കെ ഇന്നത്തെ പ്രായമല്ലേ, എന്താ ഏതാ സംഭവിക്കുന്ന അറിയത്തില്ല. അനാമികയ്ക്കാണെങ്കിൽ ഒട്ടും ഇഷ്ടമില്ലാന്ന് തോന്നുന്നത് നന്ദു ഇവിടെ നിൽക്കുന്നത്. അനാമിക 1-2 വട്ടം എന്നോട് ആ സൂചിപ്പിക്കുകയും ചെയ്യുമെന്ന് പറയണം. വല്ലാത്ത ടെൻഷനായിപ്പോയി എനിക്ക്. ഇനിയിപ്പം എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ ജാനകിയപ്പച്ചി ഇങ്ങനെയൊക്കെ പറയണേ എന്നൊരു ചിന്ത ഉണ്ടാകുന്നുണ്ട്. ഞാൻ പറഞ്ഞെന്നുള്ളൂ. പിന്നെ കല്യാണമൊക്കെ നല്ല രീതിയിൽ തന്നെ നടക്കണം, എത്രയാന്ന് പറഞ്ഞാലും അനാമികയും അനിയും ഒന്നിക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ്. ഇത് കേട്ടാൽ നയനിക്ക് ഭയങ്കര സംശയമായി. എന്തോ മനസ്സിൽ വെച്ച് പറയുന്ന പോലെയാണ് നയനിക്ക് തോന്നിയത്. ഒരു പക്ഷേ അപ്പച്ചിയുടെ ഉള്ളിൽ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടായിരിക്കോ, ഇനിയിപ്പോൾ അവരുടെ ബന്ധത്തെക്കുറിച്ച് അനാമിക എന്തെങ്കിലും പറഞ്ഞു കാണുമോ, ആ ഒരു ചിന്ത വന്നപ്പോൾ തന്നെ നയനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ട്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ. പിന്നീട് നയന മുറിയിലേക്ക് ഇന്നപ്പോൾ ആദർശിച്ച്, എന്താ നിന്റെ മുഖം എന്താ വല്ലായിരിക്കണം നീക്ക്? ഒന്നുമില്ലാന്ന് പറയണേ. അല്ല, ഞാനേ അനിയെക്കുറിച്ച് ഓർക്കുമായിരുന്നു, അവനെന്തോ കല്യാണം അടുക്കുന്തോറും വല്ലാത്ത ടെൻഷൻ ഉണ്ടെന്ന് തോന്നേ എന്ന് പറയണേ. അതിനല്ലേ നന്ദുനെയും കൊണ്ടുവന്നേ, നന്ദുനോട് ചോദിക്കാൻ വരായിരുന്നോ അവന്റെ മനസ്സിൽ ആരോ ഉള്ളതെന്ന്? അത് അവളെ കൊണ്ട് ചോദിപ്പിക്കുകയാണെങ്കിൽ മനസ്സിൽ ആരോ ഉള്ളെന്ന് പറയത്തില്ലെന്ന് ചോദിക്കുക. ഇത് കേട്ടതും
നയന പറഞ്ഞു അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇനിയിപ്പൊ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ കല്യാണം നടക്കണം ആദർശേട്ടാന്ന് പറയണം. അതൊക്കെ ശരി തന്നെ, എന്നാലും നമുക്കൊന്ന് അറിഞ്ഞു വെക്കാല ആരാ ഉള്ളേന്ന്. വേണ്ട, ഇനിയിപ്പൊ അനി നന്ദു ചോദിച്ചാൽ അനി പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് പറയാണ്. ഇതേടെ ആദർശം ശരിയാ, ഇനിയിപ്പൊ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടൊന്നും കാര്യമില്ല. പോട്ടെ, ഇനിയിപ്പോ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നിട്ട് ഇനിയിപ്പോ വെറുതെ എന്തിനാ. എന്തൊക്കെയാന്ന് പറഞ്ഞാലും മുത്തശ്ശൻ വാക്ക് കൊടുത്ത അനാമികയുടെ അച്ഛന്, അപ്പൊ ഈ കല്യാണം തന്നെ നടക്കുള്ളൂ എന്ന് പറയാണ്. ഈ സമയം നന്ദുവിന് വല്ലാത്ത ടെൻഷനാണ്. അങ്ങനെ രാത്രി നന്ദു കിടന്നു. പക്ഷെ നന്ദുവിന് ഉറക്കം വരുന്നേ ഉണ്ടായിരുന്നില്ല. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ നന്ദു ഇങ്ങനെ ഉറങ്ങാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും പറഞ്ഞും കിടക്കുക. അവസാനം നന്ദു എഴുന്നേറ്റിട്ട് നേരെ ബാൽക്കണിന്റെ അങ്ങോട്ട് വരുവാണ്. നാളെ നേരം എടുക്കുമ്പോൾ തന്നെ ഇവിടുന്ന് പോകണം. ഇവിടെ ഒരു നിമിഷം പോലും ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നില്ല. വല്ലാത്തൊരു ബുദ്ധിമുട്ട്. ആ സമയത്താണ് അനി അങ്ങോട്ട് വരുന്നത്. അനീനെ കണ്ടപ്പോൾ നന്ദുവിന് വല്ലാത്ത വെപ്രാളം. നന്ദു പെട്ടെന്ന് ചോദിച്ചാൽ, അനി ഉറങ്ങിയില്ലേന്ന് ചോദിക്കുക. ഇല്ല, എനിക്ക് കിടന്നിട്ട് ഉറക്കം വന്നില്ല. നന്ദു എന്താ ഉറങ്ങാത്തെ? എന്തോ വീട് മാറി കിടന്നോണ്ടാന്ന് തോന്നി എനിക്ക് ഉറക്കം വരാത്തേന്ന് പറയാ. ഇത് കേട്ടപ്പം എനിക്ക് മനസ്സിലായി, ഒരു പക്ഷേങ്കിൽ ഇവൾക്ക് തന്നോടുള്ള ഇഷ്ടം കാരണമായിരിക്കും ഇവൾക്ക് മനസ്സിൽ ടെൻഷൻ ഉണ്ടെന്ന് തോന്നുന്നേ. ഈ സമയമാണ് അങ്ങോട്ട് ജാനകി വരുന്നത്. ജാനകിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. നന്ദു ഈ വീട്ടിൽ വന്നത് മുതൽ അനിയും നന്ദും തമ്മിൽ സംസാരിക്കുന്നുണ്ടെന്നൊക്കെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട്. ഒരു പക്ഷേങ്കിൽ ഇപ്പോഴങ്ങോട്ട് ചെന്ന് മിണ്ടണോ? വേണ്ട, അത് ശരിയാവത്തില്ല. ഇപ്പൊ ചെന്ന് താൻ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് വിചാരിക്കും? നാളെ നേരം വെളുക്കട്ടെ എന്നോർത്തോണ്ട് അവർ സംസാരിക്കുന്നത് കേട്ടോണ്ട് മാറി നിൽക്കുക. അങ്ങനെ കുറെ സമയം കഴിഞ്ഞപ്പം നന്ദു മുറിയിലേക്ക് അങ്ങോട്ട് കയറിപ്പോയി. അനി അങ്ങോട്ട് കയറിപ്പോവാണ്. അങ്ങനെ പിറ്റേ ദിവസം നേരം വെളുത്തു കഴിഞ്ഞപ്പം നയന എന്ത് ചെയ്യുക, ചായയൊക്കെ എടുത്തിട്ട് നന്ദുവിനെ വിളിച്ചിട്ട് എന്തേ അനിക്കുള്ള ചായ നീ ഇത് കൊണ്ടേ കൊടുക്കാൻ പറയണം. ഇത് കേട്ടാൽ നന്ദു പറഞ്ഞു, ഞാൻ കൊണ്ടേ കൊടുക്കണം. അതിനെന്താ, നിന്റെ ഫ്രണ്ട് അല്ലേ? കാരണം നയനയുടെ ഉള്ളിലെ വിചാരം ഫ്രണ്ടായിട്ട് ഇനി ഇപ്പൊ അനിയെ കാണണം, അല്ലെങ്കിൽ വേറൊന്നും നന്ദുവിന്റെ മനസ്സിൽ ഉണ്ടാവരുത്. അല്ലെങ്കിൽ മാത്രമേ നന്നായിട്ട് ഈ ബന്ധം മുന്നോട്ട് പോകത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു കാരണവശാൽ അനാമിക കയറി വന്നതിന് ശേഷം നന്ദു ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് പിന്നെ വല്ലാത്ത പ്രശ്നങ്ങളൊക്കെയാണോ? നന്ദുവിന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിപ്പൊ തന്നെ മാറ്റിക്കളയണം. ആ ഒരു ചിന്തയായിരുന്നു നയനയുടെ ഉള്ളിലുണ്ടായിരുന്നത്. അങ്ങനെ നന്ദു ചായയൊക്കെ ആയിട്ട് നേരെ അനിയുടെ ഇടയിലേക്ക് വേണം. അപ്പൊ ചായ എടുത്തിട്ട് എന്നാ ചായ എന്ന് പറയണം. അങ്ങനെ തിരിഞ്ഞു പോകാൻ തുടങ്ങിയപ്പോഴത്തേനും നന്ദുവിനോട് ചോദിച്ചു, എന്താ നന്ദു നിന്റെ മുഖം എന്താ വല്ലായിരിക്കണേ നീക്ക്? ഒന്നുമില്ലാന്ന് പറയാണ്. അപ്പോഴാണ് ജാനി അങ്ങോട്ട് വരുന്നത്. ജാനിക്ക് മനസ്സിലായി ഇതിങ്ങനെ ഒരു നടക്ക് പോകുന്ന കാണുന്നില്ല. എപ്പൊ നോക്കിയാലും ഇവർ രണ്ട് സമയം സംസാരമാ, ഇത് പറ്റില്ല. ജാനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് വന്ന് പറഞ്ഞു, എന്താ നന്ദു എപ്പൊ നോക്കിയാലും നീ അനിയുടെ ഒപ്പമാണല്ലോ എന്ന് ചോദിക്കണം. ഇത് കേട്ടെന്ന് നന്ദു പറഞ്ഞു, അല്ല ഞാനത് പിന്നെ ഒന്നുമില്ല ആന്റി, ഞാൻ ചായ കൊടുക്കാൻ വന്ന. അതെ, ചായ കൊടുക്കാനായിട്ട് ഞാൻ ഇവിടെ ഉണ്ട്, അല്ലെങ്കിൽ നയനയുണ്ട്, നീ അത് കൊണ്ടേ കൊടുക്കണ്ടെന്ന് പറയാണ്. ഇത് കേട്ടപ്പോഴത്തേനും നന്ദുവിന് മുഖം വല്ലാതായി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അനി അനാമികൻ തമ്മിലുള്ള കല്യാണം നടക്കാൻ പോവാ, അത് ഓർമ്മയുണ്ടല്ലോ. അതുകൊണ്ട് ഇനി അനിയായിട്ട് അധികം കൂട്ടൊന്നും വരണ്ട. നീ ഒരു പെങ്കൊച്ചാണ്, പ്രത്യേകിച്ച് കല്യാണം കഴിക്കാത്തതും കൂടെ ആ ഒരു ഓർമ്മ നിന്റെ മനസ്സിലുണ്ടാവണം. ഇനിയിപ്പോൾ അനാമിക വന്നിട്ട് നിങ്ങൾ തമ്മിലുള്ള അടുപ്പം കണ്ടിട്ട് അവൾക്ക് വല്ല സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഇവരുടെ കുടുംബജീവിതത്തെ ബാധിക്കും. ഞാനിപ്പോൾ കൂടുതലൊന്നും പറയണ്ടല്ലോ എന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. നന്ദു നിൽക്കുകയാണ്. വല്ലാത്തൊരവസ്ഥയല്ല. എനിക്കും അടിയേറ്റല്ലേ പോയി. അമ്മ ഒരിക്കലും ഇങ്ങനെ പറയുന്ന സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇനി എന്തൊക്കെയായി തീരുമെന്ന് അറിയാൻ പറ്റില്ല. കാരണം അതുപോലെ വിഷമാണ് ജാനകിയുടെ മനസ്സിലേക്ക് അനാമിക കുത്തി നിറച്ച് വെച്ചിരിക്കുന്നത്. ഇപ്പൊ ഇനിയിപ്പം നന്ദുവിനെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടുവോ, അതോ ഇനിയിപ്പം നയനെ അതിനകത്ത് കയറി ഇടപെടുവോ എന്ന് അറിയത്തില്ല. ഇനിയിപ്പം നന്ദു അനിയും തമ്മിലാണോ, അനാമികൻ അനിയും തമ്മിലുള്ള വിവാഹം നടക്കുന്നതൊക്കെ കാത്തിരുന്ന് കാണാട്ടോ. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.